ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനുള്ള കരളുറപ്പും തന്റെടോ ആവാഹിച്ച് അരയും തലയും മുറുക്കിയിട്ട് തന്നെയാ ശിവന്റെ പടപ്പുറപ്പാട് തുടങ്ങിയത്. പണ്ട് നീ ഇങ്ങനെയാ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എടുത്തുചാട്ടം അതാണടാ നിന്നെ ഇല്ലാതാക്കുന്നത്. അപ്പൊ പുറമ്പോക്ക് ഭൂമി അടച്ചു കെട്ടിയെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഇവിടെ മതിൽ ഉയർന്നേനെ. മാഡം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നിയമം നടപ്പിലാക്കിയാൽ മതി റസാക്കെ. അത് നടത്തിത്തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. തുറക്കണോ സാർ? രാമേട്ട, വണ്ടി എടുക്ക്. മച്ചമ്മി, ഇതേ കളക്ടർ പിന്നെ എത്തിയിട്ടുണ്ട്. വരട്ടടാ, നമുക്ക് നോക്കാം. നിങ്ങൾ പിന്നെ വന്നോ? നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ? കേരള ലാൻഡ് കൺസർവൻസി ആക്ട് 1968 പ്രകാരം ഞങ്ങൾക്കിത് അറ്റാച്ച് ചെയ്തേ ഒക്കും. അത് മാത്രമല്ല, കയ്യേറിയ കാലയളവിലെ പിഴ, അതായത് പെനാൽറ്റി, ഇതുവരെയുള്ളത് അടയ്ക്കേണ്ടിയും വരും. അതടപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. നിയമം പറഞ്ഞു പേടിപ്പിക്കുകയാണോ? ഇത് നിങ്ങൾ അറ്റാച്ച് ചെയ്താ ഇവിടെയുള്ളവര് പിന്നെ എങ്ങോട്ട് പോകും? നിങ്ങൾ സർക്കാരിന്റെ നയം നടപ്പിലാക്കുമ്പോ കിടപ്പാടം നഷ്ടപ്പെടുന്നവർ എവിടേക്ക് പോകണമെന്നുകൂടി ബഹുമാനപ്പെട്ട കളക്ടർ ഒന്ന് പറഞ്ഞു തരണം. ഒരു തുണ്ട് ഭൂമി ഒരു പാവപ്പെട്ടവന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്കാവില്ല. അത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുകയും ചെയ്യും. ഏത് നിയമ നടപടികൾക്കും എല്ലാവരും മനുഷ്യത്വപരമായ ഒരു പരിഗണന കൊടുക്കും. എന്താ പരുത്തിക്കുന്നിലെ പാവങ്ങളുടെ മുന്നിൽ അതില്ലേ? അതിന് ഉത്തരം തരേണ്ടത് മാണിക്യോത്തെ മഹേന്ദ്രനാണ്. കയ്യേറ്റം സ്ഥിരീകരിച്ചാൽ കയ്യേറ്റം നടത്തിയ വ്യക്തിക്ക്, അതായത് മഹേന്ദ്രന്, ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകിയിരുന്നു. നിയമത്തിലെ സെക്ഷൻ 7ഉം 8ഉം അനുസരിച്ച് എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടീസ്. അത് കൈപ്പറ്റുവാനോ വ്യക്തമായൊരു മറുപടി നൽകുവാനോ മഹേന്ദ്രൻ എന്ന വ്യക്തി ശ്രമിക്കാതെ ഇതിനെ എതിർക്കാനും തടയാനുമാണ് ശ്രമിച്ചത്. രേഖാമൂലം സാവകാശം ചോദിച്ചിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്ന സ്ഥലത്ത് മസിൽ പവർ കൊണ്ടും അധികാരം കാണിച്ചും അത് നഷ്ടപ്പെടുത്തുകയാണുണ്ടായത്. ഈ സ്ഥലം തിരിച്ചു പിടിക്കാന്നുള്ളത് സർക്കാരിന്റെ നയമാണ്. ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. സഹകരിച്ചാൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരില്ല. എതിർത്താൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾക്കിത് പൊളിച്ചു മാറ്റി മുന്നോട്ട് പോവേണ്ടി വരും. പ്രസാദ്, മാഡം തടയാൻ വന്ന അടിച്ചു നിരത്തിക്കോ. ഇനിയൊന്നും നോക്കണ്ട. ഹേയ് നിക്ക്. ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയേ ഇതിനകത്തേക്ക് കയറാൻ ഞങ്ങൾ സമ്മതിക്കൂ. ശിവ, നിനക്ക് വേണ്ടി ഈ നിൽക്കുന്ന ഓരോരുത്തരും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 2 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വരുന്ന കേസായത്.
കളക്ടറെ പോലുള്ള പബ്ലിക് സർവന്റിന്റെ ജോലി തടസ്സപ്പെടുത്തിയ വകുപ്പ് 353 ആണ് മോനെ. കൂട്ടത്തോടെ അകത്ത് കിടക്കേണ്ടി വരും. ഈ നിൽക്കുന്നവരെല്ലാം പാവങ്ങളാണെന്നല്ലേ നീ പറയുന്നത്? ഈ പാവങ്ങളെ ഒന്നടക്കം നിനക്ക് ജയിലിൽ കയറ്റി അഴിയണിക്കണോ? ഒരിക്കൽ കേറിപ്പോയാ പിന്നെ ഇവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഞാൻ എഴുതി പിടിപ്പിക്കുന്ന FIR-ൽ അത് വ്യക്തമായിട്ട് ഞാൻ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. പിന്നെ 2 നടയടി കിട്ടിക്കഴിയുമ്പോ നിനക്ക് ജയ് വിളിക്കുന്ന ഇവന്മാര് തന്നെ നിനക്കെതിരെ തിരിയുകയും ചെയ്യും. അറസ്റ്റ് ചെയ്ത് മാറ്റണോ ഇല്ലാതിനി? നിക്ക്. ഇത് തീക്കളിയാ റസാക്കെ. കാക്കിയുണ്ടെന്ന് കരുതി എന്തും ചെയ്യാന്നുള്ള നിന്റെ ധാർഷ്ട്യം. കാക്കിയെ ഭയന്ന് പിന്മാറുന്നവനല്ല ഈ ശിവൻ. ചത്തു വീണാലും ചങ്കൂറ്റത്തോടെ കിടക്കും. അതിനുള്ള കരളുറപ്പും തന്റേടോ ആവാഹിച്ച് അരയും തലയും മുറുക്കിയിട്ട് തന്നെയാ ശിവന്റെ പടപ്പുറപ്പാട് തുടങ്ങിയത്. പണ്ട് നീ ഇങ്ങനെയാ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എടുത്തു ചാട്ടം. അതാണടാ നിന്നെ ഇല്ലാതാക്കുന്നത്. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. നാടും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ട് പോരെ തറവാട്ടിലേക്കുള്ള അടുത്ത പോക്ക്? അത് പോരെ? അതോ ഇന്ന് തന്നെ റിമാൻഡ് തടവുകാരനായി ജയിലിൽ കയറി കിടക്കണോ? ഇന്ന് കിടന്ന ഞങ്ങൾക്ക് കളക്ടറെ വെടിവെച്ച കേസിൽ ഒരാളെ കൂടി പ്രതി ചേർക്കേണ്ടി വരും. നിന്നെ. പിന്നെ നീ എപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്കാ. വെറുതെ ഒരു മണ്ടത്തരത്തിന്റെ പേരില് അകത്താവണോ നീ ചിന്തിക്ക്. വീടുകൾ സീൽ ചെയ്യേ.